ഇന്ന് നമ്മൾ ജുലീനാസ് കിച്ചണിൽ തയ്യാറാക്കുന്നത് കർക്കിടക കഞ്ഞിയാണ്. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം പൊതുവെ ഇളതാകും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും രോഗം വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഈ സമയത്ത് കർക്കിടക കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കും. അതിനുള്ള ഔഷധക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമരുന്നുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. തഴുതാമ, ചെറുള, കീഴാർനെല്ലി, പൂവാങ്കുറുന്നില, മുയൽച്ചെവി, മുക്കുറ്റി, കല്ലുരുക്കി, മുത്തൾ അഥവാ കുടവൻ എന്ന് പറയും, തൊട്ടാവാടി. പിന്നുള്ളത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടി എനിക്ക് ഫ്രഷായിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ ആയുർവേദ കടയിൽ നിന്ന് അത് സമൂലം മുറിച്ച് ഉണക്കിയതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം എനിക്ക് പറമ്പുകളിൽ നിന്ന് ഫ്രഷായിട്ട് കിട്ടി. നമ്മളുടെ പറമ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ഈ എല്ലാ ചെടികളും നമ്മളുടെ പറമ്പിലുണ്ടാവും. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ സമയം എടുത്ത് ഓരോ ചെടിയും കാണിച്ചത്. അപ്പോൾ കിറ്റ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം പറമ്പിൽ നിന്ന് ഫ്രഷായി പറിച്ചെടുത്ത് കിട്ടുന്ന മരുന്നുകൾ. ഇപ്പോൾ എനിക്ക് ഒരുവിധം മരുന്നുകൾ കിട്ടിയിട്ടുണ്ട്. മുഴുവൻ കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് ഒരുവിധം ഫ്രഷായിട്ട് അരച്ചത് അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇത്രയും മരുന്നുകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. കുറുന്തോട്ടി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ച് അത് അരിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മൾ അരി വേവിക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കും. ഇത് ഉണങ്ങിയതാണല്ലോ. ബാക്കി നമുക്ക് പച്ചിലകളൊക്കെ കല്ലിൽ ചതച്ച് പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. ഇനി നമുക്ക് മരുന്ന് കഞ്ഞിയിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ 2 ടേബിൾ സ്പൂൺ, ആശാളി 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടേബിൾ സ്പൂൺ, ശതകുപ്പ 1 ടീസ്പൂൺ. മരുന്ന് കഞ്ഞിക്ക് എപ്പോഴും നല്ലത് നവരരിയാണ്. ആ അരിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, 1 കപ്പ്. ഇനി നവരരി ഇഷ്ടമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചൊവ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഉണക്കലരി ഉപയോഗിക്കാം. ഇതാണ് ഉണക്കലരി കേട്ടോ, കണ്ടോ, ഉണക്കലരി ഉപയോഗിക്കാം. ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1 കപ്പ് ഉണക്കലരി ഇടും, 1/2 കപ്പ് നവരരി ഇടും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, രണ്ടും വരുമല്ലോ. എന്തായാലും നവരരി ശരിക്കും മരുന്ന് കഞ്ഞിയിൽ വേണം. നവരരിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അത് വെള്ളത്തിലിട്ട് വെക്കണം, എന്നാലേ ആ വേവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നവരരി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഈ നവരരി ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഉണക്കലരി എടുക്കാം. ഇനി വേണ്ട മറ്റൊരു ഐറ്റമാണ് കക്കുംകായ എന്ന് പറയും. ഇത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലെ പരിപ്പ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിടണം. അത് രാവിലെ ഇട്ട് വെക്കണം. എന്നിട്ട് അത് 2-3 പ്രാവശ്യം അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. കാരണം അതിൻ്റെ ഒരു കട്ടുണ്ടെന്നാണ് പറയണത്, അത് പോയി കിട്ടണം. അപ്പോൾ ഞാനിവിടെ അത് പൊട്ടിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ. അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതൊരു 2-3 പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. ഈ കക്കുംകായ നട്ടെല്ലിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കണം എന്തായാലും. മരുന്ന് കഞ്ഞിയിൽ ചേർക്കുന്നത് വളരെ നല്ലതാണത്. എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയിലും ആശാളിയിലും ഒക്കെ രാവിലെ തന്നെ വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉലുവയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അതുപോലെ ആശാളിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഈ ഉലുവയും ആശാളിയും എല്ലാം നമ്മൾ രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. നമ്മൾ വൈകിട്ടാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. മരുന്ന് കഞ്ഞി കഴിക്കുന്നത് ഒന്നുകിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കണം, അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കണം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് വൈകിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഉലുവയും ആശാളിയും. അതേപോലെ തന്നെ നമുക്ക് നവരരിയിലും വെള്ളമൊഴിച്ച് വയ്ക്കാം.
ഇതിലേക്ക് ബാക്കി ആവശ്യമുള്ളത് നാളികേരപ്പാലാണ്. അതൊരു ഗ്ലാസ് നാളികേരപ്പാൽ വേണം. അതിനിപ്പോൾ 1.5 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. നാളികേരപ്പാലും പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുള്ളി നെയ്യിൽ മൂപ്പിച്ച് ഇതിലേക്ക് ഇടാം നമ്മൾ കഞ്ഞി വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ വൈകിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളുടെ ഐറ്റംസൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ കുതിർന്നൊക്കെ ഇരിക്കട്ടെ. വൈകിട്ട് നമുക്കിപ്പോൾ കഞ്ഞി തയ്യാറാക്കാം കേട്ടോ. നമ്മൾ രാവിലെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരിക്കുന്നതെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നവരേരി നന്നായി കുതിർന്നിട്ടുണ്ട്, ഉലുവ നന്നായി കുതിർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ ആ മരുന്നുകളെല്ലാം കൂടെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ ആശാളി കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ കക്കുംകായ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അത് ഒരു കക്കുംകായ കേട്ടോ ഒരു കഞ്ഞിക്ക് എടുക്കുക. ആ കക്കുംകായ ഞാൻ വെള്ളത്തിൽ പൊട്ടിച്ചിട്ടത് നിങ്ങളെ കാണിച്ചു. അതിൻ്റെ 3-4 പ്രാവശ്യം അതിൻ്റെ മട്ട് മാറ്റി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തതാട്ടോ ഇത്. പിന്നെ ഉണക്കലരി ഞാൻ പറഞ്ഞില്ലേ, ആ ഉണക്കലരി. പിന്നെ നമ്മൾക്ക് കുറുന്തോട്ടി മാത്രമാണല്ലോ നമുക്ക് പച്ചയായിട്ട് കിട്ടാതിരുന്നത്, ഉണക്കിയായിരുന്നില്ലേ. അപ്പം ഞാനത് നല്ലപോലെ വൃത്തിയായി കഴുകി വെള്ളത്തിലിട്ട് വെച്ച് ചതച്ചെടുത്ത് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തതാണത്. ബാക്കിയെല്ലാം നമുക്ക് പച്ചയായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്കത് അരച്ച് മരുന്ന് രൂപത്തിലെടുക്കാൻ പറ്റി. കുറുന്തോട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു, അതിൽ കൂടെ തന്നെ അങ്ങോട്ട് അരച്ചെടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഉണക്ക കിട്ടിയത് കൊണ്ടാണ് ഞാനത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് ചതച്ചെടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് അത് അരിച്ചെടുത്തതാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരപ്പാൽ. അത് ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ ഒരു വലിയ മുറി ഞാൻ ചിരകി അരച്ചെടുത്തതാണിത്. അപ്പോൾ നാളികേരപ്പാലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്കപ്പോൾ കഞ്ഞി തയ്യാറാക്കാം. ഒരു മൺകലത്തിലാണ് ഇത് പാചകം ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ മൺകലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രഷർ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ആദ്യം അരിയിട്ട് കൊടുക്കാം. ഉണക്കലരി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ നവരരി ഉണ്ടല്ലോ, ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഗുണമൊന്നും പോവില്ല. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, ആശാളി, ഉലുവ കുതിർത്ത് വെച്ചത്, ചതുവപ്പ മാത്രം നമ്മൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. അതാണ് ഞാൻ 1 ടീസ്പൂൺ പറഞ്ഞത്. ബാക്കിയൊക്കെ ടേബിൾ സ്പൂൺ പറഞ്ഞിട്ട് ഇത് ടീസ്പൂൺ പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തു വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറുന്തോട്ടിയുടെ വെള്ളം ഇതിലേക്ക് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. കാരണം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മരുന്നിൻ്റെ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ കുറുന്തോട്ടിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ വെള്ളം പോരാ, ഇത് വെന്ത് വരുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ പ്രഷറെല്ലാം പോയി. ഇനി നമുക്കിത് തുറക്കാം. കണ്ടോ, നമ്മുടെ അരിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അരി, ഉലുവ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരപ്പാൽ, നാളികേരപ്പാൽ ഒഴിക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മരുന്ന്, നമ്മൾ അരച്ചെടുത്ത പച്ചമരുന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കക്കുംകായ അരച്ചെടുത്തത് ഒരെണ്ണം അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പച്ച
പച്ചമരുന്ന് ഞാൻ അരച്ചെടുത്തതൊക്കെ എല്ലാത്തിൻ്റെയും ഓരോ കടയൊക്കെ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഓരോ കട വെച്ചൊക്കെയാണ് എടുത്തത്. പിന്നെ കക്കങ്കായ ഒരെണ്ണം മതി. പിന്നെ നാളികേരപ്പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലൊന്നും അങ്ങനെ കണക്കൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇന്ദുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതിലേക്ക് ഇടാനായിട്ട്. ഇന്ദുപ്പില്ലെങ്കിൽ സാധാരണ ഉപ്പിട്ട് കൊടുത്താലും മതി. ഇത് നല്ല പോലെ തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മരുന്നൊഴിച്ചു, കക്കങ്കായ അരച്ചതൊഴിച്ചു, നാളികേരപ്പാലൊക്കെ ഒഴിച്ചു. ഇനി നമുക്ക് ഈ മരുന്നൊക്കെ ഇതിലേക്ക് ശരിക്കും മരുന്നിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിലേക്ക് ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റും കൂടി ഇത് വേവിക്കണം. അപ്പം ഇത് ഇത്രയും കട്ടയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം, പച്ചവെള്ളമല്ല, അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ശരിക്കും ഈ മരുന്നിൻ്റെ ഗുണമൊക്കെ, നമ്മൾ അരച്ചെടുത്ത മരുന്നിൻ്റെ ഗുണമൊക്കെ ഉണ്ടല്ലോ, ഇതിലേക്ക് ശരിക്കും അങ്ങ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റും കൂടെ ഇത് വേവിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കർക്കിടകത്തിൽ ശരിക്കും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കർക്കിടകത്തിൽ ഇത് ചെയ്താൽ അടുത്ത കർക്കിടകം വരെ നമുക്കിതിൻ്റെ ഗുണം ഉണ്ടാവും എന്നാണ് പറയണേ. നമ്മുടെ ആരോഗ്യം, നമ്മളുടെ പ്രതിരോധ ശക്തി എല്ലാം വർദ്ധിപ്പിക്കാനും നമ്മളുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറത്തേക്ക് വരാനും ഒക്കെ ഗുണമുള്ള ഒരു കഞ്ഞിയാണ് ഈ കർക്കിടക കഞ്ഞി, മരുന്ന് കഞ്ഞി എന്ന് പറയണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് നെയ്യിൽ മൂപ്പിച്ചൊഴിക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പക്ഷെ നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മരുന്ന് കഞ്ഞിയിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കർക്കിടക മരുന്ന് കഞ്ഞി റെഡിയായി. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കർക്കിടകത്തിൽ ആദ്യം നിങ്ങൾ കഴിക്കേണ്ടത് മരുന്ന് കഞ്ഞിയാണ്. അത് 5 ദിവസം, 7 ദിവസം, 11 ദിവസം, 21 ദിവസം വരെ കഴിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. മരുന്ന് കഞ്ഞി കഴിച്ചതിന് ശേഷമാണ് മരുന്നുണ്ട കഴിക്കേണ്ടത്. മരുന്ന് കഞ്ഞിയും മരുന്നുണ്ടയും കഴിക്കുന്ന ദിവസങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലാണ് നമുക്ക് കൂടുതൽ ഫലം കിട്ടുക. ഈ കർക്കിടക കഞ്ഞി നിങ്ങളെല്ലാവരും തയ്യാറാക്കി കഴിക്കണം. അതേപോലെ തന്നെ ഇതിനു മുൻപ് ഞാൻ കർക്കിടകം മരുന്നുണ്ടയും കർക്കിടകത്തിലുണ്ടാക്കുന്ന പത്തില തോരനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടെ കാണണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.